ഒരുപാട് ചിത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നടനാണ് അമ്പിളി എന്ന ജഗതി ശ്രീകുമാർ. 2012-ലെ അപകടത്തിന് ശേഷം മലയാളത്തിന്റെ ഇതിഹാസ നടൻ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നില്ല. താരത്തിന്റെ അസാന്നിധ്യം മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയായിരുന്നു. 2012-ൽ ഇടവപ്പാതി എന്ന തന്റെ ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി തേഞ്ഞിപ്പാലത്തിനടുത്ത് താരം സഞ്ചരിച്ച കാർ ഡിവൈഡറിലേക്ക് ഇടിച്ച് കയറുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുറേ വർഷക്കാലം ചികിത്സയിൽ തന്നെയായിരുന്നു താരം. പിന്നീട് സുഖം പ്രാപിച്ചെങ്കിലും ഇപ്പോഴും വീൽചെയറിൽ തന്നെയായിരുന്നു ജഗതി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ CBI 5-ൽ ഡയലോഗുകളൊന്നുമില്ലാതെ ഒരു റോൾ താരം ചെയ്തിരുന്നു. ഇപ്പോഴും സംസാരിക്കാൻ കഴിയാത്ത താരം വീൽചെയറിൽ തന്നെയാണ് കഴിയുന്നത്. ഭാര്യയും മക്കളെയും പരിചരിക്കാനുണ്ട്. ഇപ്പോഴിതാ ജഗതിയുടെ പിറന്നാൾ ദിനത്തിൽ പ്രേക്ഷകർക്കൊരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ്. ജഗതി ശ്രീകുമാർ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചുവരുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വല എന്ന പുതിയ ചിത്രത്തിലൂടെയാണ് താരം വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിൻസിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വീൽചെയറിലിരിക്കുന്ന ജഗതിയുടെ പോസ്റ്ററാണ് ഇപ്പോൾ വൈറലാവുന്നത്. പ്രിയതാരം അജു വർഗീസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലൂടെയാണ് പ്രേക്ഷകർ ഇക്കാര്യം അറിയുന്നത്. പല ജോലികൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയത്തിലേക്ക് വന്ന താരമാണ് ജഗതി ശ്രീകുമാർ. ആദ്യകാലത്ത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായ താരം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. ചട്ടമ്പി കല്യാണിയായിരുന്നു ആദ്യ ചിത്രം. ഹാസ്യതാരമായും നടനായും ഏകദേശം 12,000-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച താരം സ്വപ്രയത്നം കൊണ്ട് നേടിയെടുത്ത നാമമായിരുന്നു മലയാളത്തിന്റെ ഇതിഹാസ നടൻ എന്നത്. NK ആചാര്യയുടെയും പൊന്നമ്മാളിന്റെയും മൂത്ത മകനായി 1951-ൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന താരം സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഉപരിപഠനത്തിനായി ബോട്ടണിയായിരുന്നു തിരഞ്ഞെടുത്ത വിഷയം. ഹാസ്യതാരം, സ്വഭാവനടൻ എന്നീ നിലകളിൽ മലയാളം ചലച്ചിത്ര മേഖലയിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച താരം നിരവധി ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട്. പ്രേക്ഷകരെ ഇതുപോലെ സ്വാധീനിച്ച മറ്റൊരു നടൻ മലയാളത്തിൽ ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം. ഏത് വേഷവും താരത്തിന് ഇണങ്ങും. മലയാളത്തിന് എത്ര ഹാസ്യതാരങ്ങൾ വന്നാലും ജഗതി ശ്രീകുമാറിന്റെ അഭിനയം ഒന്നു വേറെ തന്നെയാണ്. അതിന് പകരം വയ്ക്കാൻ മറ്റൊരു താരം മലയാളത്തിൽ ഉണ്ടാകില്ല. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓളങ്ങൾ, ബോയിങ് ബോയിങ്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, 20-ാം നൂറ്റാണ്ട്, ചെപ്പ്, മുകുന്ദേട്ടാ സുമിത്ര വിളിക്കുന്നു തുടങ്ങി എണ്ണിയാൽ തീരില്ല ഈ അതുല്യ നടൻ അഭിനയിച്ച ചിത്രങ്ങൾ. ഇപ്പോൾ ആ പഴയ ഹാസ്യ സാമ്രാട്ടിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് സിനിമാ ലോകം.